യുണൈറ്റഡ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പുതിയ പരിശീലകൻ വന്നു, റൂബൻ അമോറിം. അപ്പൊ അമോറിമിന്റെ കീഴിൽ ഇപ്പൊ കുറച്ച് മത്സരങ്ങളൊക്കെ കളിച്ചെങ്കിലും അങ്ങനെ നമുക്കൊരു ഒന്നും തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ടൈം ആയിട്ടില്ല. സമ്മിശ്രമായ ഫലമാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. ഇപ്പൊ അവസാന 2 പ്രീമിയർ ലീഗ് മത്സരങ്ങളിലും പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പൊ ഏറ്റവും ഒടുവിൽ യൂറോപ്പ ലീഗ് മത്സരത്തിൽ വിക്ടോറിയ പ്ലസ് എന്ന് പറയുന്ന താരതമ്യേന ദുർബലമായ ഒരു ടീമിനോട് ഇപ്പൊ വിജയിച്ചിട്ടുണ്ട് 2-1. എന്നാലും പ്രകടനം ഒന്നും അത്ര ആധികാരികമല്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലേക്ക് മോശം പ്രകടനമായിരുന്നു. പിന്നീടാണ് ടീം തിരിച്ചു വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ യുണൈറ്റഡിനുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു റൂബൻ അമോറിം വന്നിട്ടേ ഉള്ളൂ, അദ്ദേഹത്തിന് എന്തായാലും സമയം വേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ ശൈലി എൻ്റയർലി ഡിഫറെന്റ് ആണ്. യുണൈറ്റഡ് താരങ്ങൾ ശീലിച്ചു പോന്നിരുന്ന സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു ഔട്ട്ലുക്ക് ഉള്ള കോച്ചാണ് റൂബൻ അമോറിം. അപ്പൊ അദ്ദേഹത്തിന് സക്സസ്ഫുൾ ആയിട്ട് വരണമെങ്കിൽ എന്തായാലും സമയം വേണം. ഇപ്പം ക്ലോപ്പൊക്കെ ലിവർപൂളിൽ വന്ന ഫസ്റ്റ് സീസണിൽ നമ്മൾ കണ്ടതാണ്, കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ക്ലിയർ ചെയ്ത് വന്നത് നെക്സ്റ്റ് സീസൺ മുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സീസൺ യുണൈറ്റഡ് മാനേജ്മെന്റ് ആണെങ്കിലും റൂബൻ അമോറിമിൽ നിന്ന് അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും റൂബൻ അമോറിം പറയുന്നുണ്ട് പ്രീമിയർ ലീഗ് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം, അല്ലാതെ യൂറോപ്പ ലീഗോ ചാമ്പ്യൻസ് ലീഗിൽ തിരിച്ചു വരിക എന്നുള്ള ഒന്നല്ല ലക്ഷ്യം എന്നുള്ള അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. പക്ഷെ അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന് അനുസൃതമായി, അതായത് അദ്ദേഹം കളിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശൈലിക്കനുസരിച്ച് കളിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് കൂടെ വേണം. ഇപ്പം സ്പോർട്ടിംഗ് തന്നെ നമുക്കറിയാലോ, അദ്ദേഹം പോയതിനു ശേഷം സ്പോർട്ടിങ്ങിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പം ശരിക്കും ഒരു ഇംപ്രിന്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോച്ച് തന്നെയാണ് റൂബൻ അമോറിം. അദ്ദേഹത്തിന് സമയം വേണ്ടി വരും സ്വാഭാവികമായിട്ട്. അപ്പൊ ഇത് ശരിക്കും ഒരു യുണൈറ്റഡിന് ഒരു വാമ്പിനുള്ള ഒരു സമയം കൂടിയാണ്. കാരണം ഇനിയും ഉടപ്പി കളിക്കുകയാണെങ്കിൽ, അതിപ്പോൾ മാനേജ്മെന്റ് ആണെങ്കിലും ആരാണെങ്കിലും ഇനിയും ഇങ്ങനെ കട്ട്റോട്ടായുള്ള തീരുമാനങ്ങളൊന്നും എടുത്തില്ലെങ്കിൽ യുണൈറ്റഡ് നന്നാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിപ്പം ഇനിയോസ് തന്നെ ഓൾറെഡി അവരുടെ ഇനിയോസിന്റെ മേധാവിയായുള്ള റാക്ലിഫ് തന്നെ, അവരുടെ കോ ഓണർ തന്നെ പറഞ്ഞു. കാരണം കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കും, ഫാൻസിന് ഇഷ്ടപ്പെടുന്ന ചില തീരുമാനങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം അത് മസ്റ്റാണ്, എന്നാൽ മാത്രമുള്ള ടീം തിരിച്ചു വരുള്ളൂ. അല്ല വീണ്ടും നമ്മൾ ഡിപ്ലോമാറ്റിക് ആയുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ടീം ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് റൂബൻ അമോറിം സൂചിപ്പിച്ചു. കളിച്ചില്ലെങ്കിൽ കോച്ചാണെങ്കിലും പുറത്തു പോകേണ്ടി വരും, അല്ലെങ്കിൽ താരങ്ങൾ പുറത്തു പോകേണ്ടി വരും. ആ രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം തന്നെ ലേറ്റസ്റ്റ് ഒടുവിൽ ഡാൻ ആഷ്വർത്തിനെ സ്പോർട്ടിംഗ് ഡയറക്ടറെ മാറ്റി. ഇപ്പോൾ ഡാൻ ആഷ്വർത്ത് ടെൻഹാഗിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തി. അത് കഴിഞ്ഞ് അടുത്ത സീസണിൽ ഗ്രഹാം പോട്ടറയോ സൗത്ത് ഗേറ്റിനോ കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ വന്നിരുന്നു. എന്തായാലും അതിലൊക്കെ മാനേജ്മെന്റിന്, പ്രത്യേകിച്ച് ഇനിയോസ് ഗ്രൂപ്പിനൊക്കെ വളരെ നീരസമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. കേവലം 5 മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഒരു യുണൈറ്റഡ് ഒരു സ്ട്രോങ് തീരുമാനങ്ങളൊക്കെ എടുക്കും എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും യുണൈറ്റഡിന് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ വേണം. അതിപ്പം മുമ്പ് റാങ്നിയൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇപ്പം ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിൽ വരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം 6 താരങ്ങളെ, ഇപ്പം സ്കൈ സ്പോർട്സിന്റെ ഒക്കെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന 6 താരങ്ങളെ യുണൈറ്റഡ് എന്ത് വന്നാലും വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് മസ്റ്റായിട്ട് റീറ്റെയിൻ ചെയ്യുന്ന 6 താരങ്ങൾ. ആ ലിസ്റ്റിൽ ഇപ്പം പേരുകളുള്ള 6 താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് യോറോ ആണ്, പിന്നെ അതുകൂടാതെ അമദ്, പിന്നെ കോബി മൈനോ, പിന്നെ 2 അധ്വാനിച്ച് കളിക്കുന്ന ഡിലിറ്റും, പിന്നെ മസ്റോയും, പിന്നെ ഒനാനയുടെ പേരും ഉണ്ട് അതിൽ. അത് കൂടാതെ തന്നെ 2-3 താരങ്ങൾ കൂടി ഉണ്ട്, അവരുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്തായാലും യുണൈറ്റഡ് ഒരു ടോട്ടൽ ചേഞ്ചിലേക്ക് പോവുകയാണ്. മുഖം നോക്കാതെയുള്ള നടപടികളൊക്കെ സ്വീകരിച്ചാൽ മാത്രമേ യുണൈറ്റഡിന് ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതയുള്ളൂ. അല്ലാതെ എലിമെന്ററി ആയുള്ള പ്രശ്നങ്ങൾ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഏത് കോച്ച് വന്നു കഴിഞ്ഞാലും ഒന്നും മാറ്റാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. പൊതുവെയുള്ള യുണൈറ്റഡിന്റെ ഇതുവരെയുള്ള കഴിഞ്ഞൊരു 4-5 വർഷത്തേക്ക് പ്രകടനം നമ്മൾ വിലയിരുത്തുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. യുണൈറ്റഡിന് ഒരു ചേഞ്ച് അത്യാവശ്യമായിട്ട് വേണം. അപ്പൊ ഈ സീസണിൽ ഇനിയിപ്പം എത്ര മാറ്റങ്ങൾ വരും എന്നുള്ളതല്ല. ഇപ്പം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇനിയിപ്പം ചിലപ്പം ചേഞ്ചസ് ഉണ്ടായേക്കാം. അപ്പോൾ റാഷ്ഫോർഡിന്റെ പേര് വരെ കേൾക്കുന്നുണ്ട്. റാഷ്ഫോർഡിനെ വിൽക്കാൻ യുണൈറ്റഡ് പ്ലാൻ ചെയ്യുന്നു. അത് ചിലപ്പോൾ നല്ല വില കിട്ടുകയാണെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഉണ്ടാകും എന്ന് പറയുന്നു. പിന്നെ ലിസാൻഡ്രോ മാർട്ടിനസ് പോലും റീറ്റെയിൻ ചെയ്യപ്പെടണം എന്നില്ല. കാരണം അദ്ദേഹത്തെയും നല്ല വില കിട്ടിയാൽ വിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ച് റയൽ മാഡ്രിഡിന് ലിസാൻഡ്രോയെ താല്പര്യം ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും പല പ്ലേയേഴ്സിൻ്റെയും ഭാഗത്തു നിന്നുള്ള ബോഡി ലാംഗ്വേജ്, അവരുടെ പ്രകടനത്തിൽ ഇമ്പ്രൂവ്മെന്റ് ഇല്ലായ്മ, അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ്. ഇപ്പൊ ഗർണാച്ചോ പോലുള്ള പ്ലേയേഴ്സൊക്കെ അവരുടെ ഒരു ചെറുപ്പകാലമാണ്, പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഒരു ടീം മാൻ എന്നുള്ള രീതിയിലേക്ക് മാറാൻ പറ്റുന്നില്ല. പിന്നെ പലപ്പോഴും ഡിസിഷൻ മേക്കിങ്ങിൽ കൺഫ്യൂഷൻ വരുന്നുണ്ട്. അത് മുമ്പത്തെ കോച്ച് കൊണ്ടുവന്ന ശൈലിയും പുതിയ കോച്ച് ഉണ്ടാകുമ്പോഴുള്ള ശൈലിയൊക്കെ ഡിഫറൻസ് ആയിരിക്കാം. അതിനൊരു ടൈം നമുക്ക് കൊടുക്കാം. പക്ഷെ എന്നാൽ പോലും പലപ്പോഴും എലിമെന്ററി ആയിട്ടുള്ള മിസ്റ്റേക്സ് പല താരങ്ങളും വരുത്തുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ്. ഇപ്പൊ ഡിയാഗോ ഡാലോയുടെ ഒക്കെ പെർഫോമൻസ്
കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം ഇല്ല. പല പ്ലേയേഴ്സിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. കൺസിസ്റ്റൻസി ഇല്ലായ്മ തന്നെയാണ് യുണൈറ്റഡ് നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി. പിന്നെ കഴിഞ്ഞ പല മത്സരങ്ങളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പല മിസ് പാസസുകൾ അല്ല മിസ്റ്റേക്സ് ഇതിൽ നിന്നൊക്കെയാണ് മറ്റ് ടീമുകൾ ഗോളൊക്കെ നേടുന്നത്. അപ്പം യുണൈറ്റഡ് ശരിക്കും ഒരു ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം അതാണ് അമോറിമിനെ സംബന്ധിച്ച് വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനൊപ്പം മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ കടുത്ത നടപടികളൊക്കെ സ്വീകരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ യുണൈറ്റഡ് പഴയ യുണൈറ്റഡ് ആയി തന്നെ തുടരാനാണ് സാധ്യത. എന്തായാലും ഒരു കംപ്ലീറ്റ് ഓവർഹോൾ ഒരു വർഷത്തിനുള്ളിൽ യുണൈറ്റഡിൽ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? യുണൈറ്റഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? കോച്ച് മാറിയത് കൊണ്ട് മാത്രം യുണൈറ്റഡ് മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.